വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കുറേ കസർത്തൊക്കെ കളിക്കാം, കസർത്ത് കാണിക്കാം എന്നുള്ളതല്ലാതെ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. വിവരിക്കാൻ, വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നത്. അനുഭവിച്ചാൽ ഒന്നുമില്ല. അനുഭവത്തിൽ അനുഭവം മാത്രം, മറ്റൊന്നുമില്ല. അതിനെ അറിയാൻ ഒരു പ്രയാസവുമില്ല. പക്ഷെ അതാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ളത് എന്ന് വേദാന്തം തന്നെ സമ്മതിക്കുന്നു. അറിവിനെ അറിയുക എന്നുള്ളത്. ഞാൻ അറിവാണ്, ഞാൻ ബോധമാണ് എന്ന അറിവ് നേടാൻ വളരെ പ്രയാസമാണ്. ഏവം സതി സംവിദാകാശയേവ സർവവാദിനാം സ്വസ്വാഭിമതാർത്ഥാകാരേണ പ്രഥത ഇതി ഫലിതം. എല്ലാം ബോധത്തിലെ സങ്കല്പങ്ങൾ. ഏത് ദർശനമോ ഏത് സിദ്ധാന്തമോ ഏത് പുരോഹിതൻ്റെ അല്ലെങ്കിൽ മതാചാര്യൻ്റെ കാഴ്ചപ്പാടുകളോ എല്ലാം ബോധത്തിൽ ഉദിച്ചവയാണ്. ബോധമില്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പറ്റില്ല. ബോധം എന്നും ഉള്ളതായതുകൊണ്ട് അതില്ലാതാവും എന്നുള്ള പേടിയും ആർക്കും വേണ്ട. അത് എന്നും ഉള്ളതാണ്. അതിൻ്റെ സ്വരൂപം തന്നെ ഉണ്മയാണ്. താംബിന ഗത്യന്തരാഭാവാത് ഇത്യാശേന. ഈ ബ്രഹ്മത്തെ വിട്ടാൽ നിങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയുമില്ല. എല്ലാം അതിൻ്റെ പ്രകടനങ്ങളാണ്. അതിനെ മാറ്റിയാൽ ഒന്നുമില്ല. അതിനെ മാറ്റാൻ പറ്റില്ല. എല്ലാറ്റിൻ്റെയും അകവും പുറവും അത് വ്യാപിച്ചു നിൽക്കുന്നു. അതിനെ എങ്ങനെ നമ്മൾ മാറ്റും? ബോധത്തെ മാറ്റി നിർത്തിയാൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി അതിനെ ഒഴിവാക്കിയാൽ മറ്റൊന്നും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം അതിൻ്റെ തന്നെ പ്രകടനങ്ങളായതുകൊണ്ട്, അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ എല്ലാം ബ്രഹ്മമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ. നിങ്ങളുടെ മനസ്സ് എതിർത്തു എന്ന് വരാം, അത് അതിശക്തമായി പ്രതിഷേധിച്ചു, അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് വരാം. പക്ഷേ സത്യമെന്ന് പറയുന്നത് എല്ലാം ബ്രഹ്മമാണ് എന്നുള്ളതാണ്. ബ്രഹ്മത്തെ അംഗീകരിക്കാത്ത മനസ്സും ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ അങ്ങനെ ഒന്നുണ്ട് എന്ന് അംഗീകരിക്കാത്ത മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവഭാവം, അതുപോലും ബ്രഹ്മമാണ്. നീ കാര്യം മനസ്സിലാകാത്തത് കൊണ്ട് നീ അംഗീകരിക്കുന്നില്ല. നീ ബ്രഹ്മമാണെന്ന് ഞാൻ പറയുന്നു എന്നാണ് ഉപനിഷത്തിൽ ആചാര്യൻ പറയുന്നത്. തത്വമസി ശ്വേതകേതോ, നീ അത് തന്നെയാണ്. നീ അംഗീകരിച്ചില്ലെങ്കിൽ പോലും, നീ സമ്മതിച്ചു തന്നില്ലെങ്കിൽ പോലും നീ അതാണ്. കാരണം അതില്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്ന ഒരു സത്തയാണ് ഈ ബ്രഹ്മം. അജ്ഞതയുടെ ഉള്ളിൽ പോലും ബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നു. അജ്ഞാനം, അറിവില്ലായ്മ എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. എന്തിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്? ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ പോലും ബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നു എന്നറിയേണ്ടതാണ്. ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, അതുകൊണ്ടൊന്നും കാര്യമില്ല. അവനവൻ്റെ ഉള്ളിലേക്ക് മുങ്ങണം, അവനവൻ്റെ ആഴത്തിലേക്ക് മുങ്ങണം. വ്യക്തിത്വത്തിൻ്റെ ഉറവിടം തേടി ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ആ മഹാസത്യത്തെ അവിടെ ഒരു മറയുമില്ലാതെ നമുക്ക് കണ്ടെത്താൻ കഴിയും. സംവിദാകാശമേവൈതത് കേനചിത് ബ്രഹ്മ കഥ്യതേ കേനചിത് പ്രോച്യതേ ജ്ഞാനം കേനചിത് ശൂന്യമുച്യതേ കേനചിത് ശൂന്യമുച്യതേ. ഈ ബോധത്തെ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ടാണ് ഓരോരുത്തരും അതിന് ഓരോ പേര് നൽകി പ്രത്യേകം പ്രത്യേകം തത്വങ്ങൾ എന്ന പോലെ മനസ്സിലാക്കുന്നത്. സംവിദാകാശമേവൈതത്, ഈ ബ്രഹ്മം, ഈ ബോധം, ഈ ചിദാകാശം തന്നെയാണ് ചിലരാൽ ബ്രഹ്മം എന്ന് പറയപ്പെടുന്നത്.
അപ്പോൾ ഈ ബ്രഹ്മമെന്ന് പറയപ്പെടുന്നത് ആ ബ്രഹ്മമെന്നുള്ള പേര് ഈ ബ്രഹ്മത്തിനില്ലേ എന്ന് ചോദിച്ചാൽ, ഇത് പേരും ഊരും ഒന്നും ഇല്ലാത്ത തത്വമാണ്. ബ്രഹ്മമെന്നുള്ള പേര് പോലും അതിന് നൽകപ്പെട്ടതാണ്. ആര് പറഞ്ഞു ബ്രഹ്മത്തിൻ്റെ പേര് ബ്രഹ്മമാണെന്ന്? ബ്രഹ്മം നിങ്ങളോട് വന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ ഏതെങ്കിലും മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാനാണ് മിസ്റ്റർ ബ്രഹ്മം എന്നങ്ങനെ തന്നെ സ്വയം പരിചയപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ നാമരൂപരഹിതമായ തത്വത്തെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വാക്കാണ് ബ്രഹ്മം. അതൊരു വാക്കാണ്. ബ്രഹ്മം എന്നുള്ള വാക്ക് ബ്രഹ്മമല്ല. പശു എന്നുള്ള വാക്ക്, പാല് തരൂ. പശു എന്നുള്ള വാക്ക് യഥാർത്ഥ പശുവല്ല. പച്ചമുളക് എന്ന വാക്കിൽ എരിവില്ല. പഞ്ചസാര എന്ന വാക്ക് മധുരിക്കുന്ന ഒന്നല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിവുള്ള കാര്യമാണല്ലോ. അതുപോലെ ബ്രഹ്മം എന്ന വാക്കിൽ ബ്രഹ്മാനുഭവമില്ല. അഹം ബ്രഹ്മാസ്മി എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ബ്രഹ്മാനുഭവമാണ് എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മമാണ്. ജപിക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്. ഞാൻ ബ്രഹ്മമാണ്, അല്ല ഞാൻ ജപിക്കുന്നില്ല, ധ്യാനിക്കുന്നു. ധ്യാനം എന്ന് പറയുന്നത് ഒരു മാനസിക കർമ്മമാണ്. ഇത് കർമ്മത്തെ അതിക്രമിച്ച് നിൽക്കുന്ന തലമാണ്. ഏത്? ബ്രഹ്മം. കർമ്മത്തിന്, ചലനത്തിന് അപ്പുറത്താണ്. അത് നിശ്ചലമാണ്. അതിൽ ഒരു സ്പന്ദനം പോലും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. കർമ്മത്തിന് അതിൻ്റെ സമീപത്ത് പോലും ചെന്നെത്താൻ പറ്റില്ല. പിന്നെയാണ് നിങ്ങൾ കർമ്മം ചെയ്ത് ഈ ബ്രഹ്മത്തെ നേടാൻ ശ്രമിക്കുന്നത്. ഞാൻ സാധന ചെയ്യുകയാണ്. ഈ സാധന കർമ്മമല്ലേ? എന്ന് വെച്ച് സാധന വേണ്ടെന്നല്ല. സാധന ചെയ്ത് മനസ്സ് പാകപ്പെട്ട് ഈ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: എൻ്റെ സാധനയുടെ ഫലം കൊണ്ട് ഞാൻ നേടിയതല്ല ഇത്. ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ സാധന ചെയ്തത് എന്ന് മനസ്സിലാവും. സാധന ചെയ്യാൻ കാരണമായ ഒന്നിനെ സാധനയിലൂടെ നേടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. മിണ്ടാതിരുന്നാൽ കിട്ടുന്നതാണ് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. ചെയ്ത് നേടണം, ചെയ്ത് സ്വന്തമാക്കണം, പ്രവർത്തിച്ച് ഒന്നിനെ കൈക്കലാക്കണം. ഇതാണ് നമ്മുടെ വിചാരം. മിണ്ടാതിരുന്നാൽ കിട്ടുന്നതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞ് ആരോടെങ്കിലും പറഞ്ഞു നോക്കൂ. അല്ല, ശ്രവണ മനന നിധിധ്യാസന ധ്യാന സമാധികളിലൂടെ നേടേണ്ടതാണ് ബ്രഹ്മം എന്നല്ലേ ഉപനിഷത്തും ശങ്കരാചാര്യരും ഒക്കെ പറയുന്നത്. എന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്നറിയാമോ? നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മെക്കാളും നല്ല പോലെ അവർക്കറിയാം. അതുകൊണ്ട് സത്യത്തെക്കുറിച്ച് ആവർത്തിച്ച് കേൾക്കൂ, അതിനെ മനനം ചെയ്യൂ. ബാഹ്യ വിഷയങ്ങളിൽ മനസ്സലയാതെ അതിനെ ഈ തത്വത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തൂ. അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കൂ. എന്നിട്ട് ആ ചിന്തയെയും ഉപേക്ഷിച്ച് മനസ്സ് പരിപൂർണമായ നിശ്ചല അവസ്ഥയിൽ ആ മനസ്സിനെ കൊണ്ട് ചെന്ന് എത്തിക്കൂ. നിശ്ചലമായിരിക്കാൻ എന്ത് ചെയ്യണം? ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. ചുമ്മാതിരിക്കൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ചുമ്മാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നിർത്തണം. അപ്പോഴാണ് ചുമ്മാതിരിക്കുക എന്നുള്ള അവസ്ഥയുണ്ടാവും. ഇപ്പം ചുമ്മാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ചുമ്മാതിരിക്കുക എന്ന് പറയുന്നത്. മൗനമായിരിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സംസാരം നിർത്തിയാൽ ബാക്കിയുള്ളത് എന്തോ അതാണ് മൗനം. നിശബ്ദതയെ എങ്ങനെ ഉണ്ടാക്കാം? നിശബ്ദതയെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ശബ്ദം ഒടുങ്ങിയാൽ ബാക്കി വരുന്നതാണ് നിശബ്ദത. ബ്രഹ്മത്തെ അറിയാൻ ഒന്നും ചെയ്യണ്ട.
മിണ്ടാതിരുന്നാതി. വാ കൊണ്ടല്ല, നാക്കുകൊണ്ടല്ല. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ ഇവയുടെയൊക്കെ ചലനം ഉള്ളിൽ ഒടുങ്ങിയാൽ അവശേഷിക്കുന്നതെന്തോ അതാണ് ബ്രഹ്മം. പക്ഷേ ഇതൊന്നും അത്ര പെട്ടെന്ന് ഒടുങ്ങിത്തരില്ല. പല കാലമായി, പല ജന്മങ്ങളായി ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയും. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിൻ്റെ ഇളക്കം കുറേയൊക്കെ നിർത്തൂ, കുറേയൊക്കെ നിയന്ത്രണത്തിലാക്കൂ, ആ മനസ്സിനെ നിയന്ത്രിക്കൂ, പ്രാണചലനത്തെ നിരോധിക്കൂ, സങ്കല്പങ്ങളെ നിരോധിക്കൂ, സാധന എന്ന പേരിൽ എന്തെങ്കിലും ഒന്ന് പിന്തുടരൂ. ഇതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് അവസാനം അത് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും, ചുമ്മാതിരുന്നാൽ കിട്ടുന്നതിനെയാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയും കാലം താമസിപ്പിച്ചത്. ഈ മിണ്ടാതിരിക്കാൻ എനിക്ക് അന്നേ കഴിഞ്ഞിരുന്നെങ്കിൽ, അന്നേ കിട്ടിപ്പോയതിനല്ലോ ഈ ആത്മജ്ഞാനം. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. കർമ്മവാസന അത്ര കണ്ട് പ്രബലമാണ് ഓരോ ജീവന്റെയും ഉള്ളിൽ. അതുകൊണ്ട് കർമ്മവാസന ഉള്ളിടത്തോളം അതിനെ പ്രയത്നത്തിലൂടെ നിരോധിക്കൂ, നിയന്ത്രിക്കൂ. നിയന്ത്രിച്ചാലും അത് എപ്പോഴാണോ ഉപശമിക്കേണ്ടത് അപ്പോൾ മാത്രമേ ഉപശമിക്കൂ. എന്നാലും നിങ്ങൾക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും, എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ആ മനസ്സ് തത്വബോധത്തിൽ ഉറപ്പ് വന്ന് അത് സ്വയം ഉപശമിക്കാതെ ഇന്നേ വരെ തൻ്റെ മനസ്സിനെ ഉപശമിപ്പിച്ചവർ ആരുമില്ല. നമ്മുടെ പ്രയത്നം കൊണ്ട് അത് ഉപശമിച്ചു എന്നുള്ളതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ്, നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അത് എപ്പോൾ ഉപശമിക്കണോ അപ്പോൾ ഉപശമിക്കും. അതുവരെ നമുക്ക് ക്ഷമയോടുകൂടെ കാത്തിരിക്കാനുള്ള എന്താ പറയുന്നത്, സൗകര്യമോ സമയമോ ഇല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് ക്ഷമ എന്നുള്ളത് തീരെയില്ല. അക്ഷമരാണ്. വി ആർ റെസ്റ്റ്ലെസ്. ഇവിടെ തന്നെ ഒരു 1.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മിണ്ടാതെ ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക്. നമ്മുടെ മനസ്സ് ഓരോന്ന് കേൾക്കുമ്പോൾ ഓരോ സംശയത്തെ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇളക്കി വിടും. ഇപ്പോൾ പറഞ്ഞത് അതെങ്ങനെ ശരിയാവും? അനുഭവിയും അനുഭവവും ഇത് രണ്ട് എങ്ങനെ ഒന്നാവും? അനുഭവത്തെ അനുഭവിക്കുന്ന വ്യക്തിയല്ലേ അനുഭവി. അപ്പോൾ ഇത് രണ്ട് എങ്ങനെ ഒന്നാവാൻ പറ്റും? അനുഭവം വേറെ, അനുഭവി വേറെ. അനുഭവി സ്വപ്രയത്നത്തിലൂടെ നേടുന്നതല്ലേ ഈ അനുഭവം. പിന്നെ അനുഭവത്തിൽ നിന്ന് പൊന്തിയതാണ് ഈ അനുഭവി എന്ന് ഇദ്ദേഹം പറയുന്നത് എങ്ങനെ യോജിക്കും? ഇങ്ങനെ 100 ചോദ്യങ്ങൾ. ഇതെല്ലാം യുക്തിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. യുക്തിചിന്ത ബുദ്ധിയുടെ പ്രവൃത്തിയാണ്. ബുദ്ധിയുടെ പ്രവൃത്തി അജ്ഞാനം കലർന്നതായിരിക്കും. ബുദ്ധിയിലാണ് ഈ അജ്ഞാനം അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ആ അജ്ഞാനം സംശയരൂപത്തിൽ, സങ്കല്പരൂപത്തിൽ, തെറ്റിദ്ധാരണയുടെ രൂപത്തിൽ പൊന്തി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണ്ട. ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തൃപ്തിപ്പെടില്ലല്ലോ ഈ മനസ്സ്. ആ ഉത്തരത്തെ അടിസ്ഥാനമാക്കി, മുകളിലുള്ള ഉത്തരവല്ല, ഈ പറയുന്ന ഉത്തരത്തെ അടിസ്ഥാനമാക്കി 100 ചോദ്യങ്ങൾ ഈ മനസ്സ് തൊടുത്തുവിടും. അപ്പോൾ ആ ഉത്തരങ്ങളുടെ പുറകെ പോയാൽ ഈ ചോദ്യങ്ങൾക്ക് അന്തമില്ല, ഉത്തരങ്ങൾക്കും അതുപോലെ അന്തമില്ല. അതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ, ചോദ്യം എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായി, ചോദ്യം ഉണ്ടായി, അതിനെ നിവർത്തിക്കേണ്ടത് ഒരാവശ്യമാണ്. ആ സംശയത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഈ മനസ്സ് പുതിയ സംശയങ്ങളെ ഉണ്ടാക്കി നമ്മെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളയും. ആ ലക്ഷ്യബോധം നഷ്ടപ്പെടാതെ നാം ഈ സത്യത്തിൽ തന്നെ ഉറച്ചിരുന്നാൽ പല സംശയങ്ങളും തനിയെ കൊഴിഞ്ഞു പോകും. ചോദ്യം ചോദിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ചോദിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ
ചോദിച്ചാണ് പലരും ഈ ആത്മാവിനെ കണ്ടെത്തിയത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ എന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അർജുന, സത്യദർശികളെ സമീപിച്ച് ഈ ആത്മതത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കൂ. ചോദ്യം ചോദിച്ച് അവരെ വശം കെടുത്തു. ഗുരുക്കന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടി ജനിച്ചവരാണ് ശിഷ്യന്മാർ. ശ്രോതാക്കളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത് അല്ല, വക്താവിൻ്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രോതാക്കൾ എത്തുന്നത്. ഞാൻ മിണ്ടാതെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കഴിയുമായിരുന്നു. നിങ്ങളിവിടെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അല്ല, എനിക്കിതിൽ ഇഷ്ടമുണ്ട്, ഈ പറയുന്നതിൽ താല്പര്യമുണ്ട്, അങ്ങനെ ഒരു വാസനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൃത്യസമയത്തിന് എത്തുന്നത്. ഇന്നൽപ്പോൾ ഒരു 3-4 മിനിറ്റ് വൈകിപ്പോയി എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാത്രമല്ല ഇതിൽ ഉത്തരവാദികൾ. ചോദ്യം ചോദിക്കാൻ ആളുണ്ടെങ്കിലേ ഉത്തരം പറയേണ്ട കാര്യമുള്ളൂ. ചോദ്യമില്ലാതെ എന്തുത്തരം? ചോദ്യത്തിനുള്ള പരിഹാരമാണ് ഉത്തരം. ഉത്തരത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ചോദ്യങ്ങളാണ്. ഉത്തരം നൽകുന്നയാളിൽ ഒരു പ്രചോദനം ഉണ്ടാക്കി ആ ഉത്തരത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ചോദ്യകർത്താക്കളുടെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഉത്തരം പറയുന്നവനോ മേലെ, ചോദ്യം ചോദിക്കുന്നവനോ മേലെ. ഉത്തരത്തെ പുറത്ത് കൊണ്ടുവരുന്ന ചോദ്യകർത്താവ് തന്നെയാണ് മേലെ, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ മനസ്സ് നമ്മളെ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. തുടരെ സംശയങ്ങളുടെ രൂപത്തിൽ ഈ മനസ്സ്, ആ ഉള്ളിലുള്ള ആ വിക്ഷേപ ശക്തി സംശയരൂപത്തിൽ പൊന്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തണം എന്ന് നിർബന്ധമില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായ മാത്രയിൽ തന്നെ അവ സ്രോതസ്സിൽ അടങ്ങും. എവിടെ നിന്നാണോ ഈ ചോദ്യങ്ങൾ പൊന്തിയത്, ആ സ്രോതസ്സിൽ, ആ ഉദ്ഭവസ്ഥാനത്ത് തന്നെ ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു നിലയുണ്ടാവും. ചോദ്യങ്ങളില്ലെങ്കിൽ പിന്നെ ഉത്തരങ്ങളുടെ ആവശ്യകത ഇല്ല. സംവിദാകാശമേവൈതത് കേനചിത് ബ്രഹ്മകഥ്യതേ. ചിലർ ഈ തത്വത്തെ, നാമരൂപരഹിതമായ ഈ തത്വത്തെ ബ്രഹ്മം എന്ന് വിളിക്കുന്നു. കേനചിത് പ്രോച്യതേ ജ്ഞാനം. ചിലർ ഇതിനെ ജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനം എന്നാണ് വിളിക്കുന്നത്. വിജ്ഞാനവാദികൾ എന്നൊരു കൂട്ടരുണ്ട്. അവർക്ക് അറിവാണ് എല്ലാം. അറിവ് എന്ന് പറഞ്ഞാൽ വേദാന്തികൾ പറയുന്ന ആ കേവലമായ അറിവ്, ബോധം എന്നുള്ള അർത്ഥത്തിലല്ല. ബുദ്ധിയുടെ പ്രവൃത്തിവിശേഷമായ യുക്തി അല്ലെങ്കിൽ ചിന്ത, അതിലൂടെ നേടുന്ന അറിവാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ബ്രഹ്മത്തെ അറിയിച്ചു തരുന്നതാരാണ്? സൂക്ഷ്മമായ ബുദ്ധി. അപ്പോൾ ആ ബുദ്ധിക്കാണ് പ്രാധാന്യം. കാരണം അത് ബ്രഹ്മത്തെ അറിയിച്ചു തരാതെ നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അറിവിന് പ്രാധാന്യം കൂടുതൽ നൽകി അതാണ് ബ്രഹ്മം എന്ന് വാദിക്കുന്ന കൂട്ടരുണ്ട്. അവരാണ് വിജ്ഞാനവാദികൾ. അവർ വേദാന്തികളല്ല. എല്ലാം അറിവാണ്, ബ്രഹ്മം അറിവ് സ്വരൂപമായിട്ടുള്ളതാണ്, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നു. ആ അർത്ഥത്തിലുള്ള കേവലമായ അറിവല്ല, ബുദ്ധിയുടെ പ്രവർത്തനം കൊണ്ട് നേടുന്ന അറിവ്, അതാണ് മേലെ എന്ന് പറയുന്നവരുണ്ട്. കേനചിത് ശൂന്യമുച്യത്തെ. ചിലർ ഈ ബ്രഹ്മത്തെ ശൂന്യവസ്തു, ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ, അഭാവം എന്ന് ചിലർ കരുതുന്നു. ഇവരൊക്കെ ബ്രഹ്മത്തെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ അറിയുന്നത് ബ്രഹ്മമാണ്, ബ്രഹ്മത്തെയാണ്. പക്ഷേ അത് വേറൊന്നാണ്, ഇവർ കരുതുന്നത് പോലെയുള്ള ഒന്നാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് പല പേരുകൾ നൽകുന്നു. ഉക്തമർത്ഥം ബ്രഹ്മവാദിനം പുരസ്കൃത്യ പ്രപഞ്ചയതി. ബ്രഹ്മവാദി, ബ്രഹ്മജ്ഞാനി, ആത്മാവിനെ വ്യക്തമായി സാക്ഷാത്കരിച്ച ഒരാളുടെ മുമ്പിൽ മറ്റ് ദർശനങ്ങൾ, മറ്റുള്ള ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ, അതിന്
വിശേഷിച്ച അർത്ഥമൊന്നുമില്ല. ഇവരൊക്കെ പറയുന്നത്, ഇവരൊക്കെ പ്രതിപാദിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്. ഞങ്ങൾ ബ്രഹ്മത്തെ ബ്രഹ്മമാണെന്ന് അറിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഇവർ അറിയാതെ സംസാരിക്കുന്നു. അതുകൊണ്ട് അവർ പല പേരുകളും ഈ ബ്രഹ്മത്തിന് നൽകുന്നു. ബ്രഹ്മവാദിനം പുരസ്കൃത്യ പ്രപഞ്ചേതി സംവിദാകാശമിതി ദ്വാഭ്യാം. സംവിദാകാശം എന്നാരംഭിക്കുന്ന ആ ശ്ലോകവും അതിൻ്റെ അടുത്ത ശ്ലോകവും, ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ ഓരോ ദാർശനികന്മാരുടെ ദർശനത്തെയാണ് വർണ്ണിക്കുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ വിജ്ഞാനം. വിജ്ഞാനവാദികൾ അതിനെ വിജ്ഞാനം എന്ന് വിളിക്കുന്നു. ഇനിയും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് ഈ ബ്രഹ്മം എന്താണ് എന്നുള്ള കാര്യത്തിൽ. കേനചിന്മദശക്ത്യാഭം കേനചിത് പുരുഷാഭിധം കേനചിത് ചിദാകാശം ശിവ ആത്മാ ച കേനചിത്. കേനചിത് മദശക്ത്യാഭം, മദശക്തി, മതിപ്പിക്കുന്ന ശക്തി, ഭ്രമിപ്പിക്കുന്ന ശക്തി, ഒരു തരത്തിലുള്ള ലഹരി. മായ എന്നുള്ളത് ഒരു തരത്തിലുള്ള ലഹരിയാണ്. അല്ല, അത് ബ്രഹ്മശക്തിയല്ലേ? ബ്രഹ്മശക്തി തന്നെ. ഈ മായയാണ് ബ്രഹ്മത്തിൽ നാനാത്വത്തെ സൃഷ്ടിക്കുന്നത്. മദിരാ മദശക്ത്യാഭം ദേഹാകാര പരിണതഭൂത ധർമ്മഭൂതം. ശരീരത്തെ ഉണ്ടെന്ന് തോന്നിക്കുന്നത് മായയാണ്. അപ്പോൾ ചിലർ ഈ ദേഹത്തെ ആത്മാവാണ് എന്ന് കരുതുന്നു. മിക്കവാറും ആളുകൾ അങ്ങനെയാണ്. ദേഹാത്മവാദികളാണ് ഭൂരിപക്ഷം ജനങ്ങളും. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ശരീരം, ഞാൻ ഈ ശരീരം എന്ന വിചാരം ഒരാൾക്കില്ലെങ്കിൽ ഒരാൾ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി എന്നൊക്കെ പറയും. ഇതൊക്കെ ദേഹാധിഷ്ഠിതങ്ങളായ ആശയങ്ങളാണ്. തന്നെ ശരീരമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് സകല സ്വന്തങ്ങളും ബന്ധങ്ങളും ഈ ലോകത്ത് നിലനിൽക്കുന്നത്. ഞാൻ ശരീരമല്ല എന്ന കാര്യത്തെ അംഗീകരിച്ചാൽ നമുക്കിവിടെ ആരുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഈ ശരീരത്തിൻ്റെ ജന്മത്തിന് കാരണമായ പുരുഷനാണ് അച്ഛൻ. ഈ ശരീരത്തെ ഗർഭകോശത്തിൽ രൂപപ്പെടുത്തിയ, അല്ലെങ്കിൽ ഈ ശരീരം രൂപപ്പെടാൻ കാരണമായ സ്ത്രീയാണമ്മ. അതേ ഗർഭകോശത്തിൽ ജനിച്ച മറ്റു ശരീരങ്ങളെയാണ് സഹോദരിമാർ, സഹോദരന്മാർ എന്നൊക്കെ പറയുന്നത്. ഈ ശരീരം വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീ ശരീരമാണ് ഭാര്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ശരീരത്തിനും ആ ഭാര്യ എന്നുള്ള ശരീരത്തിനും ജനിച്ച മറ്റ് ശരീരങ്ങളാണ് കുഞ്ഞുങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലേ? അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ആരുടെ അച്ഛൻ, ആരുടെ മകൻ, ആരുടെ ഭർത്താവ്, ആരുടെ ഭാര്യ, ഒന്നിനും ഒരർത്ഥവുമില്ല. തന്നെ ദേഹമാണ് എന്ന് കരുതുന്നത് കൊണ്ടാണ് സകല ദൈഹിക ബന്ധങ്ങളും ഈ ലോകത്ത് നിലനിൽക്കുന്നത്. വ്യവഹാരത്തിൽ ഇവയൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷേ പൊട്ടത്തേങ്ങ അതിൻ്റെ ചിരട്ടയിൽ നിന്ന് പ്രത്യേകമായി വേറിട്ടാൽ, എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്ന അറിവിലൂടെ ആത്മാവ് ദേഹവുമായിട്ടുള്ള ബന്ധത്തെ ആന്തരികമായി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നുമായും ഒരു ബന്ധവുമില്ല. എന്ന് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പോരുത്. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കുക. പുറമേ ബന്ധങ്ങളും സ്വന്തങ്ങളും ഒക്കെ ഉള്ളതുപോലെ ജീവിച്ചോളുക. മറ്റുള്ളവർക്ക് കുഴപ്പമുണ്ടാക്കലല്ല ഒരു വേദാന്തിയുടെ കടമ. മറ്റുള്ളവരുടെ കുഴപ്പം തീർത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർത്തു കൊടുക്കുക. ഇതൊക്കെ ചെന്ന് വീട്ടുകാരോട് പറഞ്ഞ് നിങ്ങളാരും എൻ്റെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ മകനല്ല, ഭാര്യ എന്ന് ഭർത്താവിൻ്റെ അടുത്ത് പറയാണ്. മറ്റേ രമേശ് സ്വാമി അവിടെ ഇരുന്ന് പറഞ്ഞു ഇവിടെ ഭാര്യയും ഭർത്താവും ഒന്നുമില്ല. അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അത് ഉള്ളിൽ നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഓർമ്മിക്കുക. പുറമേ
ബന്ധങ്ങൾ സത്യമാണ് എന്ന പോലെ വ്യവഹരിക്കുക. ഭാവത്തിൽ മാത്രം ഉണ്ടായാൽ മതി ഈ അദ്വൈതം. ക്രിയയിൽ അദ്വൈതത്തെ പകർത്തരുത്. ക്രിയയിൽ അദ്വൈതത്തെ നടപ്പാക്കിയാൽ വലിയ കുഴപ്പമുണ്ടാവും. ആർക്ക്? നടപ്പിലാക്കുന്നവനും നടപ്പിലാക്കപ്പെടുന്നവർക്ക്. അതായത് ആരോടാണോ നമ്മൾ ഈ അദ്വൈതം ക്രിയയിൽ നടപ്പിലാക്കുന്നത് അവർക്കും നിങ്ങൾ കുഴപ്പമുണ്ടാക്കും. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നെയും കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് കുഴപ്പത്തിനൊന്നും പോണ്ട. ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിന് ഒന്നുമായിട്ടും സംബന്ധമില്ല. അതിൽ തോന്നുന്ന വെറും മായാദൃശ്യങ്ങളാണ് സകല പ്രപഞ്ച ഘടകങ്ങളും. ഈ സ്വന്തം ബന്ധം ഒക്കെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളാണ്. ഒരു ആശയമാണ്, ഒരു സങ്കല്പമാണ്, ഓരോ ധാരണകളാണ്. നമ്മൾ അങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുന്നു. പ്രയോഗം അല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈ ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ? നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അച്ഛൻ ഉറക്കത്തിൽ അച്ഛനല്ല, മകൻ ഉറങ്ങിയാൽ ഉറക്കത്തിൽ ഞാൻ മകനാണ് എന്നുള്ള ഭാവമില്ല, ഭാര്യ ഭാര്യയല്ല, ഭർത്താവ് ഭർത്താവല്ല, സന്യാസി സന്യാസിയല്ല, ദേവൻ ദേവനല്ല, വിഷ്ണു വിഷ്ണുവല്ല, ബ്രഹ്മദേവൻ ബ്രഹ്മദേവനല്ല, ബ്രഹ്മചാരി ബ്രഹ്മചാരിയല്ല, ഗൃഹസ്ഥൻ ഗൃഹസ്ഥനല്ല, വാനപ്രസ്ഥൻ വാനപ്രസ്ഥനല്ല, പുഴു പുഴുവല്ല, പാറ്റ പാറ്റയല്ല, ആന ആനയല്ല, പൂച്ച പൂച്ചയല്ല, പട്ടി പട്ടിയല്ല. ഇതൊക്കെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ. ഉറക്കത്തിൽ ഈ സങ്കല്പങ്ങൾ ഒന്നടങ്കം അപ്രത്യക്ഷമാകുന്നു. അതാണ് ശരി. ആ അനുഭവമാണ് സത്യം. മനസ്സ് പൊന്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഭാവങ്ങളെല്ലാം പൊന്തുന്നത്. അതൊന്നും വാസ്തവമല്ല. അതിൽ മോഹിച്ചു പോകരുത്. കേനജിൻ മതശക്തിയാഭം. മതശക്തി എന്ന് പറഞ്ഞാൽ മതിപ്പിക്കുന്ന ഭ്രമിപ്പിക്കുന്ന ശക്തിയാണ് മായ. ആ മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ശരീരം. ഈ ശരീരത്തെ ആത്മാവാണെന്ന് ചിലർ കരുതുന്നു. ചിലരല്ല, മിക്കവാറും ആളുകൾ ശരീരമാണ് ആത്മാവ് എന്ന് കരുതിയാണ് ജീവിക്കുന്നത്. കേനജിത് പുരുഷാഭിധം. ഇനിയും വേറെ ചിലർ ഇതിനെ പുരുഷൻ എന്ന പേര് പറഞ്ഞ് വിളിക്കുന്നു. ആരാണ് പുരുഷൻ? പ്രകൃതി പുരുഷൻ. സാഖ്യമതത്തിൻ്റെ രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് പ്രകൃതിയും പുരുഷനും. സാഖ്യന്മാർ ഈ ബ്രഹ്മതത്വത്തെ പുരുഷൻ എന്ന പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. കേനചിച്ച ചിദാകാശം. വേറെ ചിലർ ഇതിനെ ചിദാകാശം അഥവാ ചിദംബരം എന്നാണ് വിളിക്കുന്നത്. വേദാന്തികൾക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. പരമാകാശം, ബോധാകാശം, ചിദാകാശം, ഇങ്ങനെയൊക്കെ ഈ ആത്മാവിനെ പേര് പറഞ്ഞ് വിളിക്കുന്നു. ഇനി ചിദാകാശം, ഹൃദയത്തിൽ ഒരു ചൈതന്യം, ചിദാകാശം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് യോഗിമാർ, പതഞ്ജലിയുടെ അനുഗാമികൾ, പാതഞ്ജല യോഗത്തെ പിന്തുടരുന്നവർ. അവർ ഹൃദയാകാശത്തിൻ്റെ മധ്യത്തിൽ ഈ ആത്മതത്വത്തെ കാണുന്നു. രമണ മഹർഷി ഇത് തന്നെയാണ് പറഞ്ഞത്. ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഹാർട്ടല്ല, സ്പന്ദിക്കുന്ന ഈ ഹൃദയമല്ല, രക്തക്കുഴലുകളും നാലറകളുള്ള ആ ഹാർട്ടല്ല. അനുഭവം എവിടെയാണോ അതിനെയാണ് യഥാർത്ഥത്തിൽ ഹൃദയം എന്ന് പറയുന്നത്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ എവിടെയാണോ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് എവിടെയാണോ ഈ അനുഭവം ഉണ്ടാവുന്നത്, അതാണ് ശരിക്കുള്ള ഹൃദയം. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഹൃദയ ഗുഹയുടെ ഉള്ളിൽ ഞാൻ എന്ന് പ്രകാശിക്കുന്നത് ഈ ബ്രഹ്മമാണ് എന്ന് യോഗിമാർ വിചാരിക്കുന്നു. ശിവഹ, ചിലർ ഇതിനെ ശിവൻ, ശിവതത്വം എന്നാണ് പറയുന്നത്. ആരാണ്? ശൈവന്മാർ, ശൈവ സിദ്ധാന്തത്തെ പിന്തുടരുന്നവർ. ഇത് ശിവനാണ്, ഇതാണ് ശിവതത്വം എന്ന് അവർ കരുതുന്നു. ആത്മാച കേനചിത്. വേറെ ചിലർ ആത്മാവ് എന്ന് ഈ പരമാത്മാവിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് പേര് നൽകിയിരിക്കുന്നു. ഇങ്ങനെ എന്ത് പേര് പറഞ്ഞാലും
വസ്തു ഒന്ന് തന്നെ, പേരുകളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. പേരുകളിലുള്ള വൈരുദ്ധ്യത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത്. അള്ളാഹു, യേശുക്രിസ്തു, ബുദ്ധൻ, പിന്നെ ഹിന്ദു മതത്തിലുള്ള 33 ദേവന്മാർ, പലതരം ദേവതാഭാവങ്ങൾ, ഇതൊക്കെ ബ്രഹ്മമാണ്. നിങ്ങൾ പല പേര് പറഞ്ഞ് വിളിക്കുന്നു, ഓരോ രൂപത്തെ നിങ്ങൾ ധ്യാനത്തിനായി അംഗീകരിക്കുന്നു. അതുകൊണ്ട് വസ്തു പലതാവുന്നില്ല. മതശക്ത്യാഭം ദേഹാകാര പരിണതഭൂത ധർമ്മഭൂതം, ശരീരമായി മാറിയിരിക്കുന്ന മായയുടെ ശക്തി കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ ശരീരം. ആ ശരീരത്തെ ആത്മാവെന്ന് ചിലർ കരുതുന്നു. പുരുഷാഭിധം, പുരുഷൻ എന്ന പേര് പറഞ്ഞ് വിളിക്കുന്നത് സാഖ്യന്മാരാണ്. പുരുഷാഭിധം സാഖ്യേന. ചിദാകാശം യോഗിന, ചിദാകാശം ഒരു ചൈതന്യം, അത് നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് യോഗിമാർ കരുതുന്നു. ശിവഃ ഈശ്വരഃ, ശിവൻ അതാണ് യഥാർത്ഥ ഈശ്വര തത്വം എന്ന് വേറെ ചിലർ കരുതുന്നു. ശിവഃ ഈശ്വരഃ ആത്മാ അണുഹു ജീവശ്ചേതി ശൈവേന. ശൈവന്മാർ ശിവനെന്നും ഈശ്വരനെന്നും ആത്മാവെന്നും അതിസൂക്ഷ്മമായ അണു എന്നും ജീവൻ എന്നും ഈ ബ്രഹ്മതത്വത്തെ തന്നെ പേര് പറഞ്ഞ് വിളിക്കുന്നു. വാസ്തവത്തിൽ എല്ലാം ഒരു തത്വത്തിന് നൽകപ്പെട്ട പേരുകളാണ്. ചിന്മാത്രമേവമപ്യുക്തം യാതി ന ക്വചിദന്യതാം യസ്മാത് സ്വയം തദേവൈവം ആത്മാനം വേത്തി നേതരത്. ചിന്മാത്രമേവം അപ്യുക്തം, ഇത് ശുദ്ധബോധം തന്നെയാണ് എന്നും ചിലർ പറയുന്നു. ശുദ്ധബോധമാണ് ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, അങ്ങനെ പറയുന്നവർ വേദാന്തികളാണ്. യാതിന ക്വചിതന്യത, നിങ്ങൾ എന്ത് പേര് പറഞ്ഞോ വിളിച്ചോളൂ, വസ്തുവിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ പാലെന്ന് പറഞ്ഞാലും വെള്ളമെന്ന് പറഞ്ഞാലും പാലും വെള്ളമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് ഒരേ സാധനമാണ്. ചായക്കടയിൽ ചെന്നിട്ട് ഒരു പാലും വെള്ളം, വെള്ളച്ചായ എന്ന് പറഞ്ഞാൽ വെള്ളം മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ, സ്വല്പം ചായപ്പൊടി അതിലിട്ടിട്ടുള്ളൂ. പാലെന്നുള്ള സാധനം ഉണ്ടാവും. പശുവിൽ നിന്ന് കറന്നെടുക്കുന്ന ആ പാല് മാത്രം അതിൽ കാണത്തില്ല. പിന്നെ പഞ്ചസാര ഉണ്ടാവും. വെള്ളച്ചായ, വെള്ളം പോലെയുള്ള ചായ, അല്ലെങ്കിൽ ചായ പോലെയുള്ള വെള്ളം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വിചാരിച്ചോളൂ. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരൊറ്റ സാധനമായിരിക്കും, നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും. ഈ ബ്രഹ്മം പല പേര് പറഞ്ഞതുകൊണ്ട് പലതായി മാറുന്നില്ല. ബ്രഹ്മത്തിൻ്റെ സ്വരൂപത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. യസ്മാത് സ്വയം തദേവൈവം ആത്മാനം വേത്തി നേതരത്. അത് എന്നും ഒന്നാണ്. നിങ്ങൾ അതിനെ എങ്ങനെ കരുതിയാലും നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച്, നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് മാറുന്ന ഒന്നല്ല ഈ ആത്മാവ്. പിന്നെ നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് അനുഭവപ്പെടുന്നത്. അത് നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് പരിണമിക്കുന്ന ഒന്നല്ല. പക്ഷെ നിങ്ങൾ അതിനെ എന്താണെന്ന് കരുതുന്നുവോ അത് നിങ്ങൾക്ക് അങ്ങനെ കാണപ്പെടും, അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അതിനെ ഉള്ളതുപോലെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ധാരണകളെ എല്ലാം ഉള്ളിൽ നിന്ന് നീക്കുക. നിങ്ങളുടെ ആത്മാവ് അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഇതുപോലെ ഇരിക്കും, അല്ലെങ്കിൽ അതുപോലെ ഇരിക്കും. വ്യാപിച്ചു നിൽക്കുന്ന ഒരു ആകാശം, പ്രകാശമയമായ ആകാശം, ആദ്യന്തങ്ങളില്ലാതെ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. അതിൽ പ്രപഞ്ചമോ മറ്റ് ദൃശ്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഭാവന ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഭാവനയ്ക്കകത്ത് പെടുന്ന ഒന്നല്ലാതെ ഭാവനാതീതമാണ് ഈ സത്യം. ഇപ്പോൾ ഇങ്ങനെയൊന്നും ഭാവന ചെയ്യണ്ടെന്നാണോ പറയുന്നത്? ഭാവന ചെയ്യാം. എൻ്റെ ഭാവനയിൽ പെടാത്ത, ഭാവനയ്ക്കെല്ലാം അപ്പുറത്തുള്ള
ഒരു പരമാത്മ സത്യം ഉണ്ട്, അതാണ് ഞാൻ എന്ന് ഭാവന ചെയ്തോളൂ. അതാണെന്നോ ഇതാണെന്നോ ഭാവന ചെയ്യണ്ട. അത് എൻ്റെ ഭാവനാമണ്ഡലത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ന് ചിന്തിച്ചോളൂ. അങ്ങനെ ചിന്തിക്കണമെന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. അതിനെ അതെന്നോ ഇതെന്നോ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വഴിതെറ്റിപ്പോകും. ഗുരുദേവനും ആ ആത്മോപദേശ ശതകത്തിൻ്റെ 100-ാമത്തെ അവസാനത്തെ ശ്ലോകത്തിൽ ഇതാണ് പറയുന്നത്: അതും ഇതുമല്ല, അസദർത്ഥമല്ല, സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതിഥി പ്രതിപത്തി അറ്റ് സത്തോം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം, അടങ്ങണം, ഒടുങ്ങണം, ജീവഭാവം ഉള്ളിൽ പൊന്താതെയാവണം. അതിന് അത് അങ്ങനെ ഇരിക്കും, അതിങ്ങനെ ഇരിക്കും തുടങ്ങിയ ഭാവനകളെ ഉപേക്ഷിച്ചേ പറ്റും. ആ ഭാവനകളിൽ പെട്ടുപോവും ആ ആത്മതത്വം. അതായത് അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അറിയാൻ പറ്റാതായി പോവും. അതുകൊണ്ട് അതിനെ ഭാവന ചെയ്യണ്ട, അതിനെ സങ്കല്പിക്കണ്ട, അതെങ്ങനെ ഇരിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. ചിന്തകളെ ഉപശമിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ചിന്ത ഉപശമിക്കുന്നിടത്ത് ആ സത്യം പ്രകാശിക്കും. ചിന്തകൾ ഒടുങ്ങുന്ന സ്ഥാനമാണ് ബ്രഹ്മം. അപ്പോൾ അതിനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയി നമുക്ക് അനുഭവപ്പെടും. അത് വേണ്ട. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് ഞാനാണ് എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. ആ ഒരു നിശ്ചയം, ആ ഒരു തീരുമാനം നമ്മുടെ ബുദ്ധി അംഗീകരിക്കണം. ഇപ്പം ചിലർ ചോദിക്കും, അതെന്താണെന്നറിയാതെ ഞാൻ അതാണ് എന്ന് എനിക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതെന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അംഗീകരിക്കേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ സുഹൃത്തെ. അതിനെ അറിയാനുള്ള ഒരു മാർഗമായിട്ട് അത് ഞാനാണ് എന്ന നിശ്ചയത്തെ നമ്മുടെ ബുദ്ധി അംഗീകരിക്കണം. ഞാൻ അതാണ് എന്ന ഭാവം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ ബ്രഹ്മമാണ്. ഈ ഭാവനയെ അംഗീകരിക്കാതെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. ഭാവനയാണ് ഭയത്തെയും ഭയമില്ലായ്മ, അതായത് അഭയത്തെയും നമുക്ക് നൽകുന്നത്. ഭാവന തന്നെ ഭയമേകുന്നത്, ഭാവന താൻ അഭയപ്രദവും. ഭാവാഭാവം ഭയന്നു മാറിയ ഭൂമിക ഭാവനയറിയില്ല. പൂർണ്ണാനുഭൂതിയിലെ ഒരു ശ്ലോകമാണ്. ഭാവന തന്നെയാണ് നമുക്ക് ഭയത്തെ ജനിപ്പിക്കുന്നത്. ഭൂതം, പ്രേതം, പിശാച്, ഇതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങൾ ആരുടെ ഉള്ളിലുണ്ടോ അവർക്കാണ് ഭയം ഉണ്ടാവുന്നത്. ഇനി അഭയത്തെ നൽകുന്നതും ഈ ഭാവനയാണ്. സത്യത്തെക്കുറിച്ചുള്ള ഭാവന, സത്യവിചാരം അല്ലെങ്കിൽ തത്വവിചാരം, അതാണ് നമുക്ക് അഭയത്തെ പ്രദാനം ചെയ്യുന്നത്. ഭാവം അഭാവം ഇവ രണ്ടും ഭയന്ന് മാറുന്ന ഒരു തലമുണ്ട്. ഭാവം എന്ന് പറഞ്ഞാൽ ജന്മം, അഭാവം എന്ന് പറഞ്ഞാൽ മരണം. ജനനവും മരണവും ഈ സത്യത്തെ കണ്ട് ഭയന്ന് മാറുന്നു. കാരണം ഇത് ജനന മരണങ്ങൾക്ക് അതീതമായ സത്യമാണ്. ഇനി ഭാവം അഭാവം എന്നുള്ളതിന് ഉണ്മ ഇല്ലായ്മ എന്നും അർത്ഥം പറയാം. ഉണ്ട് ഇല്ല, ഈ വിരുദ്ധ ഭാവങ്ങൾക്കപ്പുറത്താണ് കേവലമായ തത്വത്തിൻ്റെ സ്ഥിതി. അപ്പം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? അത് ഉള്ളത് തന്നെയാണ്. പക്ഷേ ഉണ്ട് എന്ന് നമ്മൾ അനുഭവിച്ച് നമ്മുടെ ബുദ്ധി ഉണ്ട് എന്ന് അനുഭവിക്കുന്നത് കൊണ്ട് ഉള്ളതായി തീരുന്ന ഒന്നല്ല. അത് ഉള്ളത് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അതിൻ്റെ ഉണ്മയെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധ്യമല്ല. അത് ഉള്ളത് കൊണ്ടാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്. എനിക്ക് ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ അറിയുന്നത് അതുള്ളത് കൊണ്ടാണ്. അതിനെ ഈ ബുദ്ധി കൊണ്ട് എങ്ങനെ അറിയാൻ പറ്റും?
അതുകൊണ്ട് നമ്മുടെ കൈവശമുള്ള ഒരു ഉപകരണങ്ങളും ഈ ആത്മാവിനെ അറിയിച്ചു തരില്ല എന്ന് വ്യക്തമായി ഗ്രഹിക്കുക. അതിനെ അത് തന്നെ അറിയിച്ചു തരണം. തസ്യ പ്രസാദാത്, അതിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് ജീവന് ലഭിക്കും. പക്ഷേ അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കാൻ തയ്യാറാവണം. മറ്റൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല, ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അതിനു വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഹോമിക്കുകയോ തന്നെ ആ ജഗദീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ, ജഗദീശ്വരന് പാദമില്ല എന്നുള്ളതാണ് സത്യം. ഭഗവാന് കയ്യും കാലും ഒന്നും ഇല്ല. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ അഹങ്കാരത്തെ സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞാനെന്നൊന്ന് ഒരു വ്യക്തി പ്രത്യേകമായിട്ടില്ല. അദ്ദേഹം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത് എന്ന സത്യത്തെ ഒരു ജീവൻ അംഗീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിന് ആ ജീവൻ പാത്രീഭൂതനാകും. അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിരൂപമായ ജീവന് ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക, ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഞാൻ ഒരു 10 കൊല്ലം കൊണ്ട് ഈ ആത്മാവിനെ പിടിച്ചെടുത്ത് കളയും, അങ്ങനെയുള്ള വ്യാമോഹമൊന്നും വേണ്ട. ഈ ഞാൻ പിടിച്ചെടുക്കുമെന്നുള്ള ഭാവം ഉണ്ടല്ലോ, അതുള്ളിടത്തോളം അതിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഈ ഞാനെന്നുള്ള ഭാവം അതിനെ ഉപേക്ഷിച്ചിട്ട് ഞാനിൻ്റെ അധിഷ്ഠാനമായ താനാകുന്ന ആ ബ്രഹ്മഭാവത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അതെന്താണെന്ന് വ്യക്തമായി അറിയാൻ കഴിയും. അപ്പോൾ ഈ ശൈവന്മാർ ഇതിനെ പല പേരും പറഞ്ഞ് വിളിക്കുന്നു. ശിവൻ, ഈശ്വരൻ, ആത്മാവ്, അണു, ജീവൻ, ഇങ്ങനെ പല പേരും പറഞ്ഞ് വിളിക്കുന്നു. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ചൂർണതാം യാന്തു മേങ്കാനി സന്തു മേരൂപമാനി ച കാക്ഷതി കാചവാവൃദ്ധി ഛിദ്രൂപവപുഷോ മമ. ഈ ഒരു ആശയത്തോടു കൂടി ഇവിടെ നിന്ന് നമുക്ക് വീടുകളിലേക്ക് പോവാം. എന്താണ്? ചൂർണതാം യാന്തു മേ അംഗാനി, എൻ്റെ ശരീരം അല്ലെങ്കിൽ ശരീര അവയവങ്ങൾ ചൂർണമായി മാറട്ടെ. പല ചൂർണങ്ങളും നമുക്ക് ഈ ആയുർവേദ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്നാൽ കിട്ടും. ചൂർണം, പൊടി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഔഷധ ഗുണമുള്ള പൊടി, രാസനാദി ചൂർണം ഇനിയുണ്ടല്ലോ, അഷ്ടചൂർണം. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഈ പേരുകൾ ഓർമ്മ വരുന്നത്. രാസനാദി ചൂർണം, അഷ്ടചൂർണം. വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്പം അഷ്ടചൂർണം വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. മോരിൽ കലക്കി കുടിക്കുന്നതാണ് അതിന് കൂടുതൽ എഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പലതരം ചൂർണങ്ങളുണ്ട്. എൻ്റെ ശരീരം അല്ലെങ്കിൽ ശരീരാവയവങ്ങൾ ധൂളിയായി മാറട്ടെ എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോട്ടെ എൻ്റെ ശരീരം. അല്ലെങ്കിൽ സന്തു മേരൂപമാനിച്ച, ഇപ്പോഴുള്ള ഈ ചെറിയ ശരീരം മാറി ഇത് വലിയ ഒരു ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വീർത്ത് ഭീമാകാരമായ ഒരു ശരീരത്തോട് കൂടിയവനായി ഞാൻ മാറട്ടെ. എന്തായാലും ഞാൻ ഈ ദേഹമല്ല. ഈ ശരീരം ധൂളിയായി പാറി നടന്നാലും അല്ലെങ്കിൽ ഭീമാകാരമായ ഒരു ശരീരത്തോടു കൂടി ഞാൻ മാറിയാലും കാക്ഷതിഹി, എനിക്ക് എന്ത് നാശം, ശരീരം വീർത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് മേന്മയോ മഹിമയോ ഒന്നും ഉണ്ടാവുന്നില്ല, ക്ഷയവും ഉണ്ടാവുന്നില്ല, ക്ഷതിയുമില്ല. കാക്ഷതിഹി കാചവാ വൃദ്ധിഹി, ശരീരം വളർന്നാൽ ഞാൻ വളരുന്നില്ല, ശരീരം ക്ഷയിച്ചാൽ അല്ലെങ്കിൽ ശരീരം മെലിഞ്ഞാൽ ഞാൻ മെലിയുന്നുമില്ല. ചിദ്രൂപ വപുഷോ മമ,
ചൈതന്യം സ്വരൂപമായിട്ടുള്ളവനാണ് ഞാൻ. ആ ചൈതന്യത്തിന് ദേഹത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങൾ കൊണ്ട് എന്ത് ലാഭനഷ്ടങ്ങളാണ് ഉണ്ടാവുക? ശരീരം പോണെങ്കിൽ പോട്ടെ, ഞാനിതല്ല, എനിക്ക് മരണമില്ല എന്ന സത്യമാണ് ഇനി കുറേ ശ്ലോകങ്ങളിൽ വസിഷ്ഠ മഹർഷി നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കെന്തായാലും ഇവിടെ നിർത്താം. ഈ ശരീരം ഞാനല്ല. ശരീരത്തിൻ്റെ ആവിർഭാവത്തിൽ ഞാൻ ആവിർഭവിക്കുന്നില്ല. ശരീരത്തിൻ്റെ വളർച്ചയിൽ എനിക്ക് വളർച്ച സംഭവിക്കുന്നില്ല. ശരീരം ശോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷയിക്കുമ്പോൾ എനിക്ക് ശോഷമോ ക്ഷയമോ സംഭവിക്കുന്നില്ല. അവസാനം ഈ ശരീരം നശിക്കുമ്പോൾ എനിക്ക് നാശവും സംഭവിക്കുന്നില്ല. ശരീരമാണ് ഉണ്ടായി നിലനിന്ന് വളർന്ന് പിന്നീട് ക്ഷയിച്ച് അവസാനം നശിക്കുന്നത്. ആ ശരീരത്തിൻ്റെ സാക്ഷിയാണ് ഞാൻ. ഈ ശരീരം എൻ്റെ അനുഭവത്തിലുള്ള ഒന്നാണ്. ശരീരം എന്ന അനുഭവം മറഞ്ഞു പോയാലും കേവലമായ ആത്മാനുഭവം ബാക്കിയുണ്ടാവും. ഞാൻ ആ ആത്മാവാണ് എന്ന നിലയിൽ ഒരാൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങളോ ശരീരത്തിൽ വരുന്ന രോഗങ്ങളോ ഒന്നും ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ മരണത്തെക്കുറിച്ചുള്ള അല്ല, മരണമില്ല എന്നുള്ള കാര്യത്തെ യുക്തിയുക്തം വസിഷ്ഠ മഹർഷി വ്യക്തമാക്കുകയാണ്. ആ ഭാഗം നമുക്ക് അടുത്ത ശനിയാഴ്ച വരാം.